ഡിയേഴ്സ്, അങ്ങനെ മാത്സ് അഡ്വാൻസ്ഡിന്റെ ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് CBSE ബോർഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, മാത്സ് അഡ്വാൻസ്ഡിന്റെ ടെക്സ്റ്റ് ബുക്കാണിത്. ഇതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് റിമൈനിങ് 4 ചാപ്റ്റേഴ്സ് വിൽ ബി അപ്ലോഡഡ് ഷോർട്ട്ലി എന്ന്. അതായത് 4 ചാപ്റ്റേഴ്സ് കൂടെ ഇനി ബാക്കി വരാനുണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ. ഇപ്പൊ ആസ് ഓഫ് നൗ 2 ചാപ്റ്റേഴ്സ് ആണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ആ 2 ചാപ്റ്റേഴ്സ് ആണ് സെറ്റ്സും അതേപോലെ ലോഗരിതംസും. ഈ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ +1 മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്ന ചാപ്റ്റർ ആണ്. അത് അവർ നേരെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി എടുത്ത് അങ്ങ് ആക്കുക എന്നല്ല അതിന് മീനിങ്. പക്ഷെ സെറ്റ്സ് പഠിക്കാനുണ്ടായിരുന്നു, ആദ്യമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് +1 എത്തിയിട്ടായിരുന്നു. അത് അവർ ഇപ്പോൾ 8th 9th അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അതേപോലെ തന്നെ ലോഗരിതംസ് അത് അവർ കേൾക്കുന്നതും കുട്ടികൾ കേൾക്കുന്നതും +1 +2 ക്ലാസ്സുകളിലായിരുന്നു. അവിടെയും അവർ സ്പെസിഫിക് ആയിട്ട് ഇതിനെ പറ്റി പഠിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ലോഗരിതമിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് ഒരു ചാപ്റ്റർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പല ചാപ്റ്റേഴ്സിലും കടന്നു വരുന്നുണ്ടായിരുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട്, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബുക്കിൽ ബാക്കി എന്തൊക്കെയാണുള്ളത് നോക്കാം. ഈ ചാപ്റ്റേഴ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വരും. യെസ്, സെറ്റ്സ് എന്ന് പറയുമ്പോൾ സെറ്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെറ്റ്സിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, റെപ്രസെന്റേഷൻ എന്താണ് എന്ന് തുടങ്ങി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. ദെൻ അവർ സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും ഒക്കെ പറഞ്ഞ് അങ്ങനെ ദെൻ ഇൻഫിനിറ്റി സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്ന ഒരു സാധനം കാണിച്ചു തരാം. അതെന്താ അറിയോ? പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, ഇതൊക്കെ +1 കേട്ടോ. ഇതൊക്കെ +1 മാത്തമാറ്റിക്സിൽ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ എന്താ പറയാ, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് മാത്രം. വെൻ ഡയഗ്രംസ് ഉണ്ട്, സെറ്റ്സിന്റെ ഓപ്പറേഷൻസ് ഉണ്ട്, കോംപ്ലിമെന്ററി സെറ്റ്സ്, കോംപ്ലിമെന്ററി, അതേപോലെ യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, A-B, കോംപ്ലിമെന്റ്, പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്, അപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സിന്റെ അപ്ലിക്കേഷൻ, അതായത് ഇത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല ലോഗരിതംസിലും ഉണ്ട് അപ്ലിക്കേഷൻസ്. അതായത് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുന്ന കൂട്ടത്തിൽ കുട്ടികൾ ഈ ചാപ്റ്റേഴ്സ് എന്തിനു പഠിക്കണം? ഞാനൊക്കെ പണ്ട് +1 പഠിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സാർ, അല്ലെങ്കിൽ എന്തിനാ മിസ് ഈ സെറ്റ്സ് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലായിരുന്നു, എന്താ കാര്യം? പക്ഷെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സ് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട്, അതിന്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ വെൽ മൂവ് ടു നെക്സ്റ്റ്. അതിന് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതിന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത്. +1 +2 ഒക്കെ സെറ്റ്സ് പഠിച്ച് +1 സെറ്റ്സ് പഠിച്ചിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ അവർ ഉദ്ദേശിച്ചുള്ളത്. 3 സെറ്റ്സിന്റെ ഒക്കെ ഇന്റർസെക്ഷൻ ഒക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ടഫാണ്. 9th CBSE പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുക്ക് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അഡ്വാൻസ്ഡ് ലെവൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയതിന് പിന്നെ അവർ അഡ്വാൻസ്ഡ് ലെവൽ എന്നുള്ള പേര് കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എത്രത്തോളം നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത്രത്തോളം ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കുകയോ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയോ ഒന്നുമല്ല. നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ചാടി കടക്കാനുള്ള മതിലിന്റെ ഹൈറ്റ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. നമുക്ക് നേരെ മുന്നോട്ടേക്ക് പോവാം. സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സമ്മറിയിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. സെറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്, സെറ്റിന്റെ റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, പിന്നെ അതിന്റെ റെപ്രസെന്റേഷൻ, സബ്സെറ്റ് എന്താണ്, കാർഡിനാലിറ്റി എന്താണ്, ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിസ്ജോയിന്റ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, കോംപ്ലിമെന്റ്, അപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ്, അതേപോലെ വെൻ ഡയഗ്രംസ്, പിന്നെ കുറെ റൂൾസും കാര്യങ്ങളും ഒക്കെ, ദെൻ കാർഡിനൽ നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്. അങ്ങനെ നമ്മൾ കിടക്കുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ്, ലോഗരിതംസ്. ലോഗരിതംസ് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. അത് ഇൻവെന്റ് ചെയ്തതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ദെൻ മൂവിങ് ടു അത് ഇൻവേഴ്സ് എക്സ്പോണൻസ് ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ടോപ്പ് എക്സാമ്പിൾ, എക്സസൈസ്, ക്വസ്റ്റ്യൻസ്, ദെൻ ലോഗരിതംസിന്റെ പ്രോപ്പർട്ടീസ്, ലോഗരിതംസിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് അവരിവിടെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഡെഫിനിഷൻ, അതേപോലെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, അങ്ങനെ താഴോട്ടേക്ക് പോകുകയാണെങ്കിൽ പവർ റൂള്, ചേഞ്ച് ബേസ് ഫോമുല, അങ്ങനെ ലോഗിന്റെ ഫുൾ പ്രോപ്പർട്ടീസ് അവർ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന്റെ ഒരു ടേബിൾ വരുന്നുണ്ട്. ദെൻ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം കാണാൻ കഴിയും. യെസ്, എവിടെ പോയി മിസ് ചെയ്തു, ഒട്ടും മുന്നേ കഴിഞ്ഞിട്ടുണ്ട്.
ലോഗരിതംസിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ടായിരുന്നു, ഞാനതാ നോക്കുന്നത്. യെസ്, ലോഗരിതംസിന്റെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻസും അവർ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഭാഗത്തേക്ക് ലോഗരിതംസിന്റെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻസും പഠിപ്പിക്കുന്നുണ്ട്. അതായത് അഡ്വാൻസ്ഡ് ലെവൽ ബുക്ക് ആയിക്കോട്ടെ, അതേപോലെ നോർമൽ ബുക്ക് ആയിക്കോട്ടെ, CBSE ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് തിയറി മാത്രം പഠിച്ചു പോകാതെ കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചിട്ട് ആ കൺസെപ്റ്റ്സ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് CBSE ഈ ഒരു എന്താ പറയുക പുതിയ സിലബസ് ചേഞ്ചിലും പുതിയ കരിക്കുലത്തിലൊക്കെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇതാണ്. അതായത് ചുമ്മാ റോ തിയറി ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ച് പോകുന്നതിന് പകരം ഒരു റോട്ട് ലേണിങ്ങിന് പകരം കൃത്യമായിട്ട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ച് അതിന്റെ അപ്ലിക്കേഷൻസ് എവിടെയാണ്, ആ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറണം എന്നാണ് CBSE ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അതിന്റെ അപ്ലിക്കേഷൻസ് കൂടെ അവർ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. സോ ഈ മാത്സിലെ അഡ്വാൻസ് ലെവൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത്യാവശ്യം നല്ല രീതിക്ക് ടഫാണ്. അത് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ആദ്യമേ പറയുകയാണ്. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. 2 ചാപ്റ്റേഴ്സ് ഇപ്പോൾ വന്നിട്ടുള്ളൂ, 4 ചാപ്റ്റേഴ്സ് ഇനി വരാണ്ട്, ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിഞ്ച ബാച്ചിൽ സൈലത്തിന്റെ ക്ലാസ് 9 CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. നിഞ്ച ബാച്ചിൽ നമ്മൾ ഈ അഡ്വാൻസ്ഡ് ലെവൽ പേപ്പേഴ്സിന്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഓൾറെഡി നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ എല്ലാവരും ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളായിരിക്കും. നിങ്ങൾക്ക് സ്കൂൾ പ്രിപ്പറേഷന്റെ ക്ലാസ്സിന്റെ കൂടെ, സ്കൂൾ നോർമലി ഉള്ള സയൻസ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷിന്റെ ഒക്കെ കൂടെ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അഡ്വാൻസ് ലെവൽ ക്ലാസ്, അത് മാത്സിന്റെ ക്ലാസ് മാത്രമല്ല സയൻസിന്റെ ക്ലാസ്സും കൂടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് 25 മാർക്സിനാണ് അഡ്വാൻസ് ലെവൽ എക്സാമിനേഷൻ വരുന്നുണ്ടാവുക. ഈ 25 മാർക്സിന്റെ എക്സാമിനേഷൻ 1 hour ടൈം ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് സ്കോർ ചെയ്യേണ്ടത് 50% ആണ്. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസും ഹോട്ട്സ് ആയിരിക്കും, HOTS. അല്ലാതെ നമ്മുടെ നോർമൽ എക്സാം എങ്ങനെയാ, നോർമൽ എക്സാമിന് ഒന്നും അറിയാത്തവന് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളവന് പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നല്ലോണം പഠിക്കുന്നവന് പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. എന്നാൽ ഇവിടെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹോട്ട്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ 50% മതി എന്നുള്ളൊരു റൂൾ വെച്ചത്. പാസ്സാവാൻ 50% സ്കോർ ചെയ്താൽ പാസ്സായി എന്നുള്ളൊരു റൂൾ വെച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റണ്ടോ. 50% മതിയെങ്കിൽ എത്രത്തോളം ആയിരിക്കും ക്വസ്റ്റ്യൻസിന്റെ നിലവാരം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ നോർമലി ഉള്ള ക്ലാസ്സിന്റെ പുറമെ എക്സ്ട്രാ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങളെ കൃത്യമായിട്ട് അഡ്വാൻസ് ലെവൽ പേപ്പേഴ്സ് രണ്ടും പഠിപ്പിച്ചു തരും. നമ്മുടെ ക്ലാസ് കണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾ മാറ്റിത്തരും മക്കളെ. സോ ഓൾ ദ ബെസ്റ്റ്.